ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കൂടിയാട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരനുഷ്ഠാന കലയാണ് ചവിട്ടുനാടകം എന്ന് തുടക്കമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ഈ കലാരൂപത്തിന് ചവിട്ടുനാടകം എന്ന പേര് ഒരഭംഗിയായി തോന്നാം. ചവിട്ടിത്തള്ളുക, ചവിട്ടിത്താഴ്ത്തുക എന്നീ നാടൻ പ്രയോഗങ്ങളാണ് ആ തോന്നലിന് കാരണം. അതേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഓട്ടംതുള്ളൽ അതൊരു നാടൻ പേരാണ്. വില്ലടിച്ചാൻ പാട്ട് അതും ഒരു തനി നാടൻ ഭാഷയാണ്. അതുപോലെ ഒരു നാടൻ പ്രയോഗമാണ് ചവിട്ടുനാടകം എന്നത്. ശരിക്കു പറഞ്ഞാൽ താണ്ഡവ നടനമാണ് ഇതിലെ ചുവടുകൾ. കായലിൽ ഓളം വെട്ടുന്നത് പോലെ ഉയർന്നും താണും തുടർച്ചയായിട്ടുള്ള ചുവടുകൾ. അത് കഥാപാത്രത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഏറിയും കുറഞ്ഞും ഇരിക്കും. ചില സ്ത്രീവേഷങ്ങൾ സൗമ്യതയാർന്ന സാത്വിക കഥാപാത്രങ്ങൾ എന്നിവരുടെ ചുവടുകൾ വളരെ മൃദുലമായിരിക്കും. നേരെ മറിച്ച് വില്ലൻ കഥാപാത്രങ്ങൾ, അസുര സ്വഭാവമുള്ള ദുഷ്ട കഥാപാത്രങ്ങൾ എന്നിവരുടെ ചുവടുകൾ കടലിലെ തിര ഇളകി വരും പോലെ ആർത്തുല്ലസിച്ച് ഉള്ള ചുവടുകളായിരിക്കും. ചിലപ്പോൾ സ്റ്റേജിനെ തന്നെ ഇളക്കി മറിക്കും പോലെയുള്ള കനത്ത കാൽവെപ്പുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചവിട്ടുനാടകം എന്ന പേര് സിദ്ധിച്ചത്. മറ്റ് പ്രാചീന നാടൻ കലകളെ പോലെ ഇതും ഒരു ഗുരുവിനെ ശിക്ഷപ്പെട്ട് അഭ്യസിച്ചെടുക്കേണ്ട കലയാണ്. ദിവസങ്ങളോ മാസങ്ങളോ എടുത്ത് വേണം ഇത് പഠിക്കാൻ. കഥകളിയിലെ പോലെ ചവിട്ടി വീഴ്ചൽ, നവരസങ്ങൾ, മുദ്രകൾ ഇതെല്ലാം ഇവിടെയും ബാധകമാണ്. ഇത് ചേരുമ്പോൾ തന്നെ ചില ആചാരപരമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. ആദ്യമായി ഒരു ദക്ഷിണാസമർപ്പണമാണ്. മരണപ്പെട്ട പൂർവികന്മാർക്ക്, അതായത് പിതാമഹന്മാർ അല്ലെങ്കിൽ പിതാവ്, അങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് നിലവിളക്ക് കത്തിച്ചു വച്ച് അതിൻ്റെ മുന്നിൽ വെറ്റില, അടയ്ക്ക, നാണയത്തുട്ട് ഇവയോടുകൂടി ദക്ഷിണ സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പിന്നെ ഗുരുവിന് ഇതുപോലെ ദക്ഷിണ സമർപ്പിക്കുന്നു. ഇത് കളി അഭ്യസിച്ച് കഴിഞ്ഞ് അരങ്ങേറ്റ സമയത്തും ഈ ദക്ഷിണാസമർപ്പണമുണ്ട്. അപ്പോൾ മരണപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കില്ല. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മറ്റ് പ്രധാനപ്പെട്ട പുരോഹിതന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അവരുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് അവരെ അരങ്ങേറ്റം നടത്തുകയുള്ളൂ. പിന്നെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇവിടെ ആയോധന കല നിർബന്ധമാണ്. മറ്റ് കഥകളിയിലോ കൂടിയാട്ടത്തിലോ അത് വേണ്ട. ഇവിടെ ആയോധന കല പഠിച്ചേ പറ്റൂ. അത് ഈ ഗുരു തന്നെ പഠിപ്പിക്കും. കാരണം സിനിമയിലെ പോലെ തന്നെ യുദ്ധരംഗങ്ങൾ നേരിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്. 30-40 ഭടന്മാർ ഒരേ സമയം സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും തടയും
ആർപ്പൂടിയും കൂക്കുവിളിയും ഒച്ചപ്പാടുകളും കരച്ചിലും ഒക്കെയായിട്ടുള്ള രംഗങ്ങൾ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ വസ്ത്രധാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കഥ പ്രാചീനകാലത്തെ റോമൻ ചക്രവർത്തിമാർ, ഈജിപ്തിലെ ഫ്രാൻസിലെ ചക്രവർത്തിമാർ, രാജാക്കന്മാർ എന്നിവരുടെ ജീവചരിത്രമാണ് ഈ ചവിട്ട് നാടകത്തിൻ്റെ പ്രമേയം. ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ആടയാഭരണങ്ങളാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. മിന്നിത്തിളങ്ങുന്ന വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ, സാറ്റിൻ, വെൽവെറ്റ്, സിൽക്ക് എന്നിവയിൽ കസവുകൾ തുന്നിച്ചേർത്ത വസ്ത്രങ്ങളാണ് ഇതിൽ. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കിരീടവും സിംഹാസനവും എല്ലാം അന്നത്തെ പ്രൗഢിക്കൊത്ത വിധം മോടി പിടിപ്പിച്ച് ആണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. ചവിട്ട് നാടകത്തിലെ ഭാഷ തനി തമിഴാണ്. സുന്ദരമായ അലങ്കാരത്താൽ ദ്വിതീയാക്ഷരപ്രാസത്തോടും ആദാദിപ്പൊരുത്തത്തോടും ഒത്തിണങ്ങിയ ഇമ്പമാർന്ന ഈരടികളാണ് ഇതിലേക്കുള്ള ഭാഷ. അതും പദ്യരൂപത്തിൽ തന്നെയാണ്. ഗദ്യം അല്പം പോലും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പാട്ട് അഭിനയിക്കുന്നവർ തന്നെ പാടിക്കൊണ്ടാണ് അഭിനയിക്കുന്നത്, പിൻപാട്ടല്ല. അവർ നേരിട്ട് തന്നെ പാടി അഭിനയിക്കുകയാണ്. അതുപോലെ മേളങ്ങൾ, വാദ്യോപകരണങ്ങൾ, ചെണ്ട, മദ്ദളം, ഇലത്താളം, ഹാർമോണിയം, പുല്ലാങ്കുഴൽ എന്നിവയാണ് ഇതിലേക്കുള്ള വാദ്യോപകരണങ്ങൾ. സ്ത്രീ കഥാപാത്രങ്ങൾക്കും സാത്വികന്മാരായിട്ടുള്ളവർക്കും മദ്ദളവും മൃദംഗം എന്നിവയാണ് താളങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പുരുഷ കഥാപാത്രങ്ങൾക്ക് ചെണ്ടയാണ്. അതേപോലെ തന്നെ അസുര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് മദ്ദളമല്ല, ചെണ്ട തന്നെയാണ് ഉപയോഗിക്കുക. അതും 2ഉം 3ഉം ചെണ്ടകളൊക്കെ ആ കഥാപാത്രത്തിൻ്റെ രൗദ്രഭാവം അനുസരിച്ച് അത്രയും പ്രൗഢിയോട് കൂടിയിട്ടാണ്, താളത്തോടു കൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇതിൽ കളി പഴക്കുന്ന ഗുരുവിനെ അണ്ണാവി എന്നാണ് വിളിക്കുന്നത്. അത് തമിഴ് ഭാഷയിൽ നിന്ന് വന്നാണ്. അണ്ണാവി എന്നാണ് അതിന് സംബോധന ചെയ്യുന്നത്. ചവിട്ട് നാടകത്തിൻ്റെ അരങ്ങ് ഒരു പ്രത്യേക രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെ തയ്യാറാക്കിയതായിരിക്കും. സാധാരണ നമ്മൾ കാണുന്ന വിധത്തിലുള്ള സ്റ്റേജുകളല്ല. വീതി കുറഞ്ഞ് 2 വശത്തേക്കും നെടുനീളത്തിലുള്ള ഒരു പ്രത്യേക തരം സ്റ്റേജാണ് പണിയുന്നത്. ഇതിന് കർട്ടനോ തിരശ്ശീലയോ യാതൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതിൻ്റെ മധ്യത്തിൽ ഒരു കളിവിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും. ആ കളിവിളക്കിൻ്റെ മുന്നിൽ നിന്നാണ് ഇവർ കഥ അവതരിപ്പിക്കുന്നത്. ഒരു കഥ ചവിട്ട് നാടകത്തിൽ അഭിനയിച്ച് തീരണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും ആ കഥ അവസാനിക്കണമെങ്കിൽ. 10ഉം 20ഉം ദിവസം നീണ്ടു നിന്നാലേ ഒരു കഥ അവസാനിക്കുള്ളൂ. നമ്മുടെ കൂടിയാട്ടത്തിലും അതുപോലെ തന്നെയാണ്. 40ഉം 50ഉം ദിവസം എടുത്തു കഴിഞ്ഞാലാണ് ഒരു കഥ പൂർത്തിയാകുകയുള്ളൂ. ഇപ്പോൾ അതെല്ലാം പോയി ചുരുക്കി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ ഒതുക്കുന്ന കഥകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്നാണ് ഈ കൂത്തും ഒരു കഥ തീരണമെങ്കിൽ 60 ദിവസം ഒക്കെ തുടർച്ചയായിട്ടുണ്ടെങ്കിൽ കഥ തീരുള്ളൂ. അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ അവർ വെട്ടിമുറിച്ചിട്ടില്ല.
ആ പഴയ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. ബൈബിൾ കഥകളും ഇതിലേക്ക് എടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ രംഗസംവിധാനവും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കാം. അവരോട് ഒരപേക്ഷയുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന എൻ്റെ ഈ ചാനൽ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.